ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള ഫ്ലാസ്കിന്റെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ ഞാൻ കാണാൻ പോയ തിയേറ്ററിലെ ഭൂരിഭാഗം ആളുകൾക്കും സംതൃപ്തി ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിലൊരാൾ ഈ സിനിമയ്ക്ക് തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന സുഹൃത്തിനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പടം കഴിഞ്ഞ സമയത്ത് ഇന്റർവെല്ലിന് കണ്ട അത്ര ഫ്രസ്ട്രേഷൻ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. വ്യക്തിപരമായി ഫ്ലാസ്ക് എന്ന സിനിമ എന്നെ നിരാശപ്പെടുത്താൻ കാരണം സാമാന്യം നല്ലൊരു പൊളിറ്റിക്കലും ക്യാരക്ടർ ഡ്രിവണുമായിട്ടുള്ള സിനിമയ്ക്കുള്ള സ്കോപ്പ് ഈ പടത്തിനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഊഹിക്കാൻ പറ്റുന്ന കഥയെ സ്വല്പം എക്സെൻട്രിക് ആയിട്ട് നരേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു അവസരം ഇല്ലാതാക്കി എന്നൊരു ഫീലിലാണ് പടം അവസാനിക്കുന്നത്. ജ്യോതികുമാർ ഒരു സാധാരണ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള അശ്രദ്ധ കാരണം അയാൾക്കൊരു ഘട്ടത്തിൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരികയാണ്. കടുത്ത ശിക്ഷാ നടപടിയിൽ നിന്ന് സ്വന്തം ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് രക്ഷ നേടുന്ന ജ്യോതികുമാർ വെങ്കടേഷ് ബാലാജി എന്ന ജഡ്ജിന്റെ PSO ആയിട്ടാണ് പിന്നീട് ജോലിയിൽ പ്രവേശിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ കാര്യമായ പണിയൊന്നും ഇല്ലാത്ത ജഡ്ജിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഈ പരിപാടിയുടെ ഡിപ്പാർട്ട്മെന്റിലെ ഓമനപ്പേരാണ് ഫ്ലാസ്ക്. എന്നാൽ കണിശക്കാരനായ ബാലാജിയോടൊപ്പം കൂടിയപ്പോൾ ഈ പണി ജ്യോതികുമാറിന് നല്ല പണിയായി. ഇതിനിടെ ഒരു നക്സൽ സംഘം ജ്യോതികുമാറിനെയും ബാലാജിയെയും തട്ടിക്കൊണ്ടുപോകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള രാഹുൽ റിജി നായർ മുഖ്യധാരാ സിനിമയിൽ പടങ്ങൾ എടുക്കാൻ നോക്കിയിട്ടുള്ളപ്പോഴൊക്കെ അത് വേണ്ട രീതിയിൽ വർക്കായിട്ടില്ല. ഡാഗിനി, ഖോഖോ, കീടം മുതലായ പുള്ളിയുടെ സിനിമകൾ വർക്കാകാത്തതിന് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലൊക്കെ ഉണ്ടായിരുന്ന ഡയലോഗുകളായിരുന്നു. വളരെ സ്റ്റിഫായിട്ടുള്ള നാടകീയമായിട്ടുള്ള സംഭാഷണങ്ങൾ പലപ്പോഴും ആ സിനിമകളിൽ നിന്ന് അതിൻ്റെ സ്വാഭാവികത ഇല്ലാതാക്കി കളഞ്ഞിരുന്നു. ഫ്ലാസ്കിലേക്ക് വരുമ്പോൾ രാഹുൽ സോണി ലിവിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ജയ് മഹേന്ദ്രൻ എന്ന സീരീസിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ടോണിലാണ് കഥ ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പോലീസ് യൂണിഫോം ഇട്ട മഹേന്ദ്രനാണെന്ന് പറയാം. സീനുകൾ സ്റ്റേജ് ചെയ്യുന്നതിലും ഡയലോഗുകൾ എഴുതിയിട്ടുള്ള രീതിയിലും ഞാൻ ആദ്യം പറഞ്ഞ 3 സിനിമകളേക്കാൾ താരതമ്യേന ഫ്ലാസ്ക് ബെറ്ററാണ്. സിനിമയുടെ ആദ്യ പകുതിയിൽ ജ്യോതികുമാറിന് പോലീസ് ജോലിയോട് വലിയ താല്പര്യമില്ല എന്നതും ജഡ്ജായിട്ടുള്ള ബാലാജി ഒരു മുരടനാണ് എന്നുള്ളതുമല്ലാതെ പ്രത്യേകിച്ച് പുതിയ ഇൻഫർമേഷൻ ഒന്നും ലഭിക്കുന്നില്ല. ഒന്നാം പകുതിയിലെ ഏറെക്കുറെ എല്ലാ സീനുകളും ഒരേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. എല്ലാത്തിൻ്റെയും അവസാനം എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് ജ്യോതികുമാർ പഴിവാങ്ങും. പലപ്പോഴും കോമഡിക്ക് വേണ്ടി അയാളെ ഒരു കോമാളിയാക്കുന്നുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ജോൺസൺ മാഷിന്റെ പാട്ട് ഇഷ്ടപ്പെടാത്തതിന് യുവാക്കളോട് തർക്കിക്കുന്ന സംഗീതപ്രേമിയായ ജ്യോതികുമാറിനോട് കാണുന്ന പ്രേക്ഷകന് എമ്പതി തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാം പകുതിയിൽ ഈ പറയുന്ന കിഡ്നാപ്പിംഗ് പരിപാടി നടക്കുമ്പോൾ ജ്യോതികുമാറും ബാലാജിയും തമ്മിലുള്ള ഉരസൽ ഭാഗങ്ങൾ സാമാന്യം രസകരമായിരുന്നു. നെക്സലൈറ്റ് ചാപ്റ്ററിൽ ഈ 2 കഥാപാത്രങ്ങളുടെയും പേഴ്സണൽ സൈഡിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ധാരണ കിട്ടുന്നുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ തോന്നിയത് ഇത്രയും നേരം സിനിമ ഉപയോഗിച്ച തരം ലൗഡ് ഹ്യൂമർ ആയിരുന്നില്ല ഈ കഥ അർഹിച്ചത് എന്നായിരുന്നു. കഥയുടെ സ്ട്രക്ചർ സാമാന്യം സിനിമ കാണുന്ന ആർക്കും ഊഹിക്കാൻ പറ്റുന്നതേയുള്ളൂ. അതായത് ഈ ഒരു ബന്ദിയാക്കൽ പരിപാടി കഴിയുമ്പോൾ പരസ്പരം കണ്ടുകൂടാത്ത ഇവർ തമ്മിൽ ഒരു നല്ല ബന്ധം വരും എന്നത് തന്നെയാണ് ഇവിടുത്തെ കഥ. ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന ചില സ്ഥലങ്ങളിലുള്ള ചില സീനുകൾ കണ്ടപ്പോൾ ഒരാൾ മനസ്സില്ലാ മനസ്സോടെ പോലീസുകാരനാകുന്നതിൻ്റെയും ഒരാൾ ഏത് സാഹചര്യത്തിൽ നെക്സലൈറ്റ് ആകുന്നു എന്നതും അവർ കാണുന്ന നീതി നിഷേധങ്ങൾ എന്താണെന്നതും ഒക്കെ കാണിക്കാനുള്ള അവസരം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഈ സിനിമ തീർന്നു കഴിഞ്ഞാലും സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച ബാലാജി എന്ന കഥാപാത്രം എന്തിനാണ് ഇങ്ങനെ മസിൽ പിടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. തനിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ ഒപ്പം ഇരുത്താൻ മനസ്സിലാത്ത പുള്ളി ഒരു ഘട്ടത്തിൽ ബലികുടീരങ്ങളെ എന്ന പാട്ട് പാടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ സിനിമ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ ലെയർ തുടക്കത്തിൽ കാണിക്കുന്ന അബദ്ധങ്ങൾ കൊണ്ടുള്ള കോമഡി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാക്കിയണിഞ്ഞ മഹേന്ദ്രനാണ് സൈജു കുറുപ്പിന്റെ ജ്യോതികുമാർ. തിരക്കഥ അയാളെ ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൊണ്ടുവരാൻ നിർഭാഗ്യവശാൽ സൈജു കുറുപ്പിന് സാധിക്കുന്നില്ല. ബാലാജി എന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ സ്വല്പം ഓവർ ആണെങ്കിലും അത് വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്ക് സാധിക്കുന്നുണ്ട്. ബോഡി ലാംഗ്വേജും ആക്സന്റും അതിനുവേണ്ടി പുള്ളി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതനാണ് നക്സൽ നേതാവിന്റെ റോൾ ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ ടൈം വളരെ ചെറുതായിട്ടുള്ള റോൾ ആണെങ്കിലും ആട്ടം എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള ആനന്ദ് ഏകർഷിയുടെ പ്രകടനം മികച്ചതായിരുന്നു. ശ്രീജിത്ത് ബാബു, രഞ്ജിത്ത് ശേഖർ, അശ്വതി ശ്രീകാന്ത് മുതലായവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. തിയേറ്റർ റിലീസ് ആയിട്ടുള്ള ഇതിനു മുന്നേ ഇറങ്ങിയിട്ടുള്ള രാഹുൽ റിജി നായരുടെ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സാമാന്യം നല്ല ഇംപ്രൂവ്മെന്റ് ഉള്ള ഒരു സിനിമയാണ് ഫ്ലാസ്ക്. പ്രത്യേകിച്ച് അദ്ദേഹം ഡയലോഗുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള രീതി. എന്നിരുന്നാലും സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് അർഹിക്കുന്നതല്ല എന്ന് തോന്നി. വിനയ് ഫോർട്ട് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച തമാശയൊക്കെ പോലെ വളരെ ഇമോഷണലി ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാകാനുള്ള സാധ്യത ഈ പടത്തിനുണ്ടായിരുന്നു. പക്ഷേ ആകെ മൊത്തത്തിൽ ഡ്രാമ ലെയർ ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഓവറാക്കിയ കോമഡി ലെവലിൽ ഈ സിനിമ ഒതുങ്ങിപ്പോകുന്നു. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്